എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിൻ്റെ ലോഞ്ചാണ്, ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷൻ്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയേട്ടനോട് പ്രസംഗിക്കേണ്ടായി, അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപിടിച്ച വിജയേട്ടൻ്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല. ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ്ജിയുടെ സിനിമകളെ നമ്മൾക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്റർ ഉടമയാണ്. അപ്പോൾ ലിസ്റ്റിൻ്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്. കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷന് ഇരിക്കാനൊരു, അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു, അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം.